സന്തോഷമാർഗം എന്ന ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമുക്ക് വീണ്ടും സന്ധിപ്പാനായിട്ട് ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ജീവിതത്തിൽ സ്വൈര്യം ആഗ്രഹിക്കുന്നവരെല്ലാവരും അല്ലേ, ഒരു സ്വൈര്യ ജീവിതം കാക്ഷിക്കുന്നവരാണ് മനുഷ്യരിലേറിയ പങ്കും. എന്നാൽ ചിലർക്കത് സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു സങ്കടകരമായ അനുഭവമാണ്. സമ്പത്ത് വർദ്ധിച്ചതുകൊണ്ടോ വലിയ വലിയ ബിരുദങ്ങൾ നേടിയതുകൊണ്ടോ കൊട്ടാര സമാനമായ ഭവനങ്ങൾ ഉണ്ടായതിൻ്റെ പേരിലോ ഒന്നും സമാധാനം ഉണ്ടാകണമെന്നില്ല. നമ്മൾ പലപ്പോഴും ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് വലിയ ഉന്നതമായ വലിയ വീടും കാറും ഒക്കെ ഉള്ളവരാണ്. പക്ഷെ അങ്ങനെയുള്ളവർക്ക് പോലും സമാധാനമില്ല എന്നുള്ളത് നമ്മൾ അവരുടെ അടുത്ത ഇടപെടലുകൾ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ വലിയ ഭവനം, വലിയ ബിരുദം, വലിയ ജോലി, അങ്ങനെ അതോ മാത്രമാണോ സമാധാനത്തിൻ്റെ അടിസ്ഥാനം? അല്ല. ചിലതിങ്ങനെ പറഞ്ഞിട്ടില്ലേ, പട്ടിണിയാണേലും കുഴപ്പമില്ല, സ്വൈര്യമായി കിടന്നുറങ്ങുവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ധനസമൃദ്ധിയേക്കാൾ സമാധാനം ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് വരുന്ന ഫോൺ കോളുകളൊക്കെ പഠിച്ചു നോക്കിയാൽ സമൂഹത്തിൽ നമ്മൾ ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന പലരും സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ആയിത്തീരുന്നു എന്നുള്ള അനുഭവങ്ങൾ കാണുകയും കേൾക്കുകയും കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ കണ്ണീരോടെ പ്രാർത്ഥിക്കുവാനും ദൈവം സഹായിച്ചിട്ടുണ്ട്. ചിലരുടെയൊക്കെ അവസ്ഥകൾ മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളും ഒരു സ്വൈര്യം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, സന്തോഷം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കാം. പുറമേ നോക്കുമ്പോൾ മറ്റുള്ളവരുടെ നോട്ടത്തിൽ നിങ്ങൾക്ക് ഒന്നിനും കുറവില്ലാത്തവരായിരിക്കാം. ഉള്ളിനുള്ളിൽ നിങ്ങൾ അസമാധാനവും അസന്തുഷ്ടിയും അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എങ്ങനെയാണ് സമാധാനം പ്രാപിക്കുവാൻ കഴിയുന്നത് എന്നാണ് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എപ്പോഴും പറയുന്നത്, സൃഷ്ടിയായ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തോട് അടുത്ത് ജീവിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ദൈവത്തെ അനുസരിച്ചും ഭയപ്പെട്ടും ജീവിക്കുന്നതിലൂടെ ആ സ്വൈര്യജീവിതം നമുക്ക് ലഭ്യമാകും. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നുവെച്ച് പോകുന്നു, ലോകം തരുന്ന പോലെയല്ല. ദൈവത്താലുള്ള ഒരു സമാധാനമുണ്ട്. ആ സമാധാനം പ്രാപിപ്പാൻ, ആ സന്തോഷം പ്രാപിപ്പാൻ ഇത് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.